ഇതൊരു പ്രേമകഥയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ തമാശയിലൂടെയാണ്. അപ്പൊ ഞങ്ങള് പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ നാട്ടുകാർക്ക് മനസ്സിലാവില്ല. നിനക്ക് വെക്കേഷൻ മുണ്ടെടുത്ത് നടക്കാനാണോടാ ഒരു സിനിമ തന്നെ പടച്ചു വിട്ടേക്കുന്നത്? ബൈ ദ വേ 200 പേജിന്റെ വരിയിട്ടൊരു ബുക്ക് വാങ്ങിച്ചോ? ഈ പടത്തിൽ കോമഡിക്ക് വേണ്ടി റൈറ്റേഴ്സ് ഭൂഗോളത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഇതുവരെ കണ്ടുപിടിക്കാത്ത നൂതന വാക്കുകളും ചീത്ത വിളിക്കാനുള്ള വാക്കുകളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്, നമുക്കൊരു പിടിപിടിക്കണ്ടേ. അപ്പൊ പടത്തിലെ ഫസ്റ്റ് ഡയലോഗ്, ഇതിലും നല്ലൊരു സ്റ്റാർട്ടിംഗ് ഡയലോഗ് ഈ പടത്തിന് കിട്ടാനില്ല. അതാ വരുന്നു മോളിവുഡിന്റെ എയർ ബെൻഡറിന്റെ വൈഫിന്റെ ഡെലിവറി പെയിനായി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോ ഡോക്ടർ പറയാ കൊച്ചിനെ രക്ഷിക്കാൻ പറ്റിയില്ല, മരിച്ചെന്ന്. അപ്പൊ ലേന വെറുതെ അവിടെ നടന്നു വന്നിട്ട് കൊച്ചിന് അനക്കമുണ്ടെന്ന് പറയും. എന്നിട്ട് കൊച്ചിന് ജീവനുണ്ടെന്ന് കാണുമ്പോ ഡോക്ടർ പറയാ ഇവൻ മരണത്തിന് തിരിച്ചു വന്നവനാ, ആളിത്തിരി സ്പെഷ്യലാ. എന്റെ രാമൻകുട്ടി ഒരു കൊച്ചു മരിച്ചെന്നും പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത് പോയവളാ ഇപ്പൊ കൊച്ചു സ്പെഷ്യൽ ആണെന്നും പറഞ്ഞ് കുടക്കുന്നത്. അപ്പൊ തന്നെ ലേന ചേച്ചിക്കും പെയിൻ തുടങ്ങും. അതെന്തായെന്ന് പറയാൻ കഴിയില്ല. സ്പെഷ്യൽ കൊച്ചു വലുതാകുമ്പോ ആരാകുമെന്ന് അത് നമുക്കറിയാലോ. അങ്ങനെ സ്പെഷ്യൽ കൊച്ചിന്റെ പേരിടൽ കർമ്മം നടക്കുക. അപ്പൊ അപ്പൂപ്പനായ മധുസാർ ഒരു പേര് സജസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കും കുഞ്ഞിക്കേക്ക് ഒരു കിടിലൻ ഗ്രാൻഡഡ് ആയിട്ട് മധുസാർ ഉണ്ടാവുമെന്ന്. ബട്ട് അതിശയകരം എന്ന് പറയട്ടെ, ഈ ഒരു കോമഡി പറയാൻ വേണ്ടി മാത്രമാണ് മധുസാർ. പുള്ളി പിന്നെ പടത്തിലില്ല. ആൻഡ് പ്രൊഡ്യൂസർ ബി ലൈക്ക് അങ്ങനെ കൊച്ചിന്റെ അമ്മ തന്നെ ഒരു പേര് സജസ്റ്റ് ചെയ്യും. ആ പേരെന്താണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അവനെ എല്ലാവരും വിളിക്കുന്നത് ലല്ലു എന്നാണ്. ഇനിയാണ് ലല്ലുവിന്റെ നന്മയോളി ക്യാരക്ടർ ബിൽഡപ്പ്. എന്നുവെച്ചാ പ്രാഞ്ചിയേട്ടനിൽ മമ്മൂക്കയ്ക്ക് പത്മശ്രീ സെറ്റാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സാങ്കല്പിക വ്യക്തിത്വത്തിന് ടഫ് കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഐറ്റം. എന്നാ പിടിച്ചോ. ഫ്രാൻസിസ് അസീസി നന്നെ ബാല്യത്തിലെ കടുത്ത ദീനാനുകമ്പ പ്രകടിപ്പിച്ചിരുന്ന ഒരു പുണ്യാത്മാവായിരുന്നു. ഈ പേരുകാരൻ പുണ്യാളന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ് സഹജീവി സ്നേഹം നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു നമ്മുടെ അരിക്കച്ചവടക്കാരന്റെ. വഴിയരികിൽ കണ്ടുമുട്ടുന്ന യാചകരെയും നിരാലംബരായ യാത്രക്കാരെയും വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി ആഹാരം കൊടുക്കുന്നതിൽ കുട്ടിയായ ഫ്രാൻസിസ് അത്യുത്സാഹം കാണിച്ചിരുന്നു. ഈശ്വര, ഈ പടത്തിന് ഇൻസ്പയർ ചെയ്താണ് ഇവർ ഇത് എഴുതിയത്. എടാ ഇത് ആക്ഷേപഹാസ്യാടാ, സറ്റയർ. എവിടെ പോണ്? നന്മ കുറെ ആയില്ലേ. ഈ നന്മ വരെ പൂത്തുലയുന്നത് കണ്ടിട്ട് പോയാ മതി. വലിയ പണവും പ്രതാപവുമുള്ള കുടുംബത്തിലാണ് പിറന്നതെങ്കിലും ലല്ലുവിന്റെ അച്ഛൻ ഒഴിവാക്കാൻ പറഞ്ഞ 3 സെന്റ് കോളനി പിള്ളേരായിട്ടാണ് അവൻ കൂട്ടുകൂടിയത്. പാവങ്ങളായ തന്റെ കൂട്ടുകാർക്ക് സ്വന്തം വീട്ടിൽ TV കാണിച്ചു കൊടുക്കാനും ലല്ലു മനസ്സ് കാണിച്ചിരുന്നു. ഇതൊക്കെയാണെങ്കിലും ബാല്യത്തിലെ സീൻസിൽ പോലും മമ്മൂക്ക റെഫറൻസ് എടുത്തിടാൻ ലല്ലു മറന്നില്ല. ഇനിയും ഇതിന് മാറ്റുകൂട്ടുന്ന സീനാണ് ആ പഞ്ചായത്തിലെ എല്ലാ യുവതികളും പൂവും കൊണ്ട് ലല്ലുവിനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ സ്പാർക്ക് ഉണ്ടാക്കുന്ന ഒരു പെണ്ണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവക്ക് വേണ്ടിയാ വെയിറ്റിംഗ്. ഒരു യമണ്ടൻ കിണുപ്പൻ ക്ലിപ്പാങ്കൊടി വെയിറ്റിംഗ്. ഒരു യമണ്ടൻ കിണുപ്പൻ ക്ലിപ്പാങ്കൊടി വെയിറ്റിംഗ് എന്നുവെച്ചാ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? സോ പത്മശ്രീ ലല്ലുവിന്റെ നന്മയൊളിത്തരങ്ങൾ കാണുവാനായി ഇനി കോമഡികളുടെ വരവാണ്. കണക്കൂട്ടറിയാൻ പറ്റ അതെന്റെ മനസ്സിൽ എന്താ തോന്നുന്നു. ഇതിൽ ഈ വ്യക്തിക്ക് കണക്ക് കൂട്ടാൻ അറിയാത്തത് കൊണ്ട് കസ്റ്റമേഴ്സിൽ നിന്നും പണം വാങ്ങുന്നില്ല എന്നതാണ് കോമഡി. ദേ വരുന്ന അടുത്തത്. എന്റെ തന്തേന്ന് പറഞ്ഞ ഒരാഴ്ചയായി പടി പിടിച്ച് വീട്ടിൽ പണിക്കോണ്ടിരിക്കുന്നത്. അവസാനം ഞാൻ അപ്പൂപ്പനോട് പണിക്ക് പോകാൻ പറഞ്ഞു. അച്ഛനും അപ്പൂപ്പനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഓടിക്കൂലേ. ഇതിൽ ഇവർ രണ്ടുപേരും പണിക്കൊന്നും പോകാതെ വെറുതെ ഇരിക്കുന്നു എന്നതാണ് കോമഡി. അപ്പോൾ അത് മെമ്പർ കുഞ്ഞിക്കയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. ഇൻട്രോയ്ക്കുള്ള ബിൽഡപ്പ് തുടങ്ങി മക്കളെ. അപ്പൊ ലല്ലുവിന്റെ അനിയൻ ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് പോവാണ്. എന്റെ ക്രെഡിറ്റ് കാർഡ് എടാ, കൊമ്പനായിലെ ജോണിന്റെ മകന് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ആണ്ടവാ, ഇതൊക്കെയാണ് കാരണവന്മാര്. നമുക്കൊക്കെ കിട്ടണതാണെങ്കിൽ ആ മണിച്ചേരിയിലെ വസ്തു നമുക്ക് വിൽക്കാന്ന്. 6 അടി പോരെ, ബാക്കി മുഴുവൻ നമുക്ക് വിറ്റ് തുലയ്ക്കാവടോ. അപ്പൊ നമ്മുടെ മെമ്പർ ഓടിയത് എന്തിനാണെന്ന് വെച്ചാൽ ജങ്കാറ് കാണാനല്ല, സാറാ ലല്ലൂനൊന്ന് വിളിച്ചേ. എടോ, എന്നാ തനിക്കിത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാ പോരായിരുന്നില്ലേ? അല്ലേ ലല്ലൂനെ ഇവിടെ വരെ ഓടിക്കതച്ച് വരേണ്ട കാര്യണ്ടോ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. അങ്ങനെ പോലീസുകാരും അവിടേക്ക് എത്തും. സാറേ ബെല്ലുണ്ട്. പിന്നെ ബെല്ലടിക്കാ പിന്നെ നിന്റെ താന്തയ്ക്ക് വിളിക്കും. ഇന്നാപ്പടി ആ കോമഡിക്ക് എന്റെ വക. ഇനി ഓരോരോ ക്യാരക്ടർ ഇൻട്രോയാണ്. ബൈ ദ വേ എല്ലാം കോമഡിയാണ് ഉദ്ദേശിച്ചതെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. അത് ഒരു പെൺകുട്ടിയെ ഒരു കൂട്ടം ആളുകൾ തടഞ്ഞു നിർത്തി ശല്യം ചെയ്യുന്നു. അപ്പൊ അല്ലു അർജുൻ മൂവീസിൽ നിന്നും ഇൻസ്പയർ ആയി സൗബിൻ മച്ചാൻ ഒരു ഇരുമ്പ് കമ്പിയിലിടിക്കും. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് 3 ഇഞ്ച് 121 മില്ലിമീറ്റർ കനമുള്ള ഇരുമ്പ് കമ്പിയിലിടിച്ചാൽ കൈക്കൊന്നും പറ്റില്ലെന്നത്. സോ ഡയറക്ടർ സർ പുള്ളിയുടെ ബ്രില്യൻസ് അങ്ങ് ഇറക്കി വിടും. സ്ക്രീനിൽ ആ പൈപ്പിന്റെ കനം അങ്ങ് എഴുതി കാണിക്കും. അടുത്തത് സലീമേട്ടൻ. വെള്ളമടി നിർത്താനായിട്ട് വീട്ടിലുള്ള സകല മദ്യവും വാഷ് ബേസിനിൽ പള്ളിയിൽ അച്ഛൻ ഒഴുക്കിക്കളയും. പുള്ളി അച്ഛൻ പോയി കഴിയുമ്പോൾ ബുദ്ധിപരമായിട്ട് എല്ലാം ശേഖരിക്കാൻ താഴെ വേറൊരു കുപ്പി വെച്ചിട്ടുണ്ട്. അതെടുത്ത് കുടിച്ചിട്ട് പറയും നമ്പറോളാം. പക്ഷെ ഒരു സംശയം, ഈ വാഷ് ബേസ് എന്ന് പറയുമ്പോ
വരൂ കുറച്ച് കുഞ്ഞിക്ക തള്ളുകൾ കേൾക്കാം. വാട്സാപ്പിൽ കിട്ടിയ കുഞ്ഞിക്കയുടെ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാതായപ്പോൾ അത് ലോഡാവാൻ ഇച്ചിരി പാടാ സാറേ. അത് ഇച്ചിരി ഹെവി ആയിട്ടുണ്ട്. MB GB ഒക്കെ ഇച്ചിരി കൂടുതലാണ്. സാർ ഒന്നുകൂടി റീചാർജ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുഞ്ഞിക്ക എത്തും. ഒരു കൂട്ട് പ്രീമിയർ അടിച്ച് ടെക്സ്ചർ പുട്ടിയിട്ട് സ്ക്രാച്ച് ഡിസൈൻ ചെയ്ത് ബ്ലാക്ക് ഗോൾഡിൽ കളർ വാഷ് അടിച്ച ചെലമ്പും. എന്തൊരു നാച്ചുറൽ ആയിട്ട് ഞങ്ങളുടെ കുഞ്ഞിക്ക സ്ലാങ് ഒക്കെ പറയണേ. ഓ ആ ചമ്മിയ മുഖമൊക്കെ എന്ത് രസാ. എന്നിട്ട് ജങ്കാറും കൊണ്ടുവന്ന് കുഞ്ഞിക്ക കൊണ തുടങ്ങും. എന്റെ ചാവലുകൾക്കെതിരെ ഒരക്ഷരം ഒഴിയാടാൻ ഞാൻ അനുവദിക്കില്ല. പ്രേമുള്ള കളമക്കുടി നിവാസികളെ, നിങ്ങൾ കേൾക്കണം. ഇത് എങ്ങനത്തെ ജന്തുവാണ്? ഇതൊക്കെ കേട്ടിട്ട് ഈ പടം മുഴുവൻ കണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ. എളുപ്പല്ലോ. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് പോകുന്ന അനിയന് ചേട്ടൻ ഒരു വിസിൽ സമ്മാനമായി കൊടുക്കും. ഇതൊന്നും ഇന്ന് മനസ്സിലാവില്ല, നാളെ മനസ്സിലാവുള്ളൂ. അപ്പൊ പത്മശ്രീ ലല്ലു ഒരു പെയിന്റ് പണിക്കാരനാണ്. പെയിന്റ് പണിയുടെ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഇവർ ആഞ്ഞൊരു ചവിട്ടും. എന്നാലും അതൊരു കൊമേഡിയന്റെ തലയിലേക്ക് വീഴാതെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്നിട്ട് റൈറ്റേഴ്സ് അവരുടെ മറ്റേതർക്കും സിഗ്നേച്ചർ കോമഡി. ചിത്രഗുപ്ത മതി. ചിത്രഗുപ്തൻ പരിപ്പുട. അവർ തന്നെ ഉണ്ടാക്കിയ കോമഡി ഒന്നുകൂടി വലുതാക്കി ആറ്റം ക്രഞ്ചാക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന എഴുത്തുകാരോട് കേരളക്കര എന്നെന്നും കടപ്പെട്ടവരായിരിക്കും. അയ്യോ ഇപ്പോഴാ ഓർത്തത്, പത്മശ്രീ ലല്ലുവിന്റെ പ്രൊഫൈൽ എഴുതണ്ടേ. ആംബുലൻസ് കാണുമ്പോൾ കുരിശു വരയ്ക്കുന്ന ലല്ലു, പട്ടിക്ക് തന്റെ പാതി ചിത്രഗുപ്തനെ കൊടുക്കുന്ന ലല്ലു, പഴയ ഗാനങ്ങൾ കേട്ട് മഴ ആസ്വദിക്കുന്ന ലല്ലു, ചൈൽഡ്ഹുഡ് നൊക്ലാച്ചിയെ വെച്ച് റൂം ഒരുക്കുന്ന ലല്ലു, കിണറ്റിലെ വെള്ളം മാത്രം കുടിക്കുന്ന ലല്ലു. ഈ കണ്ണി കണ്ട തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത്. അപ്പൊ ഈ ഫുഡ് പോയിസൺ ഒക്കെ അടിക്കുന്ന വലിയൊരു ഹോട്ടലിൽ നിന്നാണ് ചെറിയ കടകൾ ചതിച്ച ചരിത്രമില്ല. തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ലളിതനായ ലല്ലു. പാരീസ് ഹോട്ടലിൽ നിന്ന് മേടിച്ച അപ്പം ഫിഷ് മോളി ഉണ്ട്. ഹോട്ടലിൽ നിന്നുള്ള ഫിഷ് കറി ഞാൻ ഹോട്ടൽ ഫിഷ് കറി കഴിക്കാത്ത ലല്ലു. തലേ ദിവസത്തെ മീൻകറിയുടെ സ്വാദ് ഏത് ഹോട്ടലിൽ ഫിഷ് മോളി കിട്ടും. തലേ ദിവസത്തെ ഫിഷ് കറി ആസ്വദിച്ച് കഴിക്കുന്ന ലല്ലു. കൂട്ടുകാരന്റെ അച്ഛന് അവരറിയാതെ 500 രൂപ കൊടുക്കുന്ന ലല്ലു. ഇമാതിരി നന്മാപരാധങ്ങൾ എഴുതാൻ നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? അങ്ങനെ വില്ലന്റെ ഇൻട്രോ. രാത്രി ഒരു അമ്മയും മോനും ബസ് കാത്ത് നിൽക്കുമ്പോൾ വെറുതെ വന്ന് ചൊറിയും. അപ്പൊ അമ്മ ചോദിക്കും മോനൊരു അമ്മയിലേന്ന്. അപ്പൊ അവൻ വയലന്റ് ആകും. എന്നിട്ട് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വൾഗറായ ഒരു കഥയുണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ അടിച്ചു വിടും. ഓക്കെ, അപ്പൊ വില്ലൻ ഇങ്ങനെ വയലന്റ് ആവാനുള്ള കാരണോ ഇവനാര് കരണം ചന്തക്കവലയോ? കാരണമൊന്നും പറയാറില്ല. നമ്മൾ ഇരട്ട തിരക്കഥാകൃത്തുക്കളായതുകൊണ്ട് വായുരെഴുതി കൂട്ടും. അതാ വരുന്നു കുഞ്ഞിക്കയുടെ പുറകെ നടക്കുന്ന സംയുക്ത ചേച്ചി. നമ്മുടെ കാര്യത്തിലുള്ള രക്ഷയുണ്ടോ? സഹോദരൻ ഇപ്പോഴും സംയുക്ത ചേച്ചി നോക്കി ചിരിക്കുന്നോ? ഇന്നാ പിടി. ലല്ലുവിന് സ്പാർക്ക് അടിക്കാതെ പെണ്ണ് കിട്ടാത്തതുകൊണ്ട് അനിയന്റെ കല്യാണം വൈകും. അപ്പൊ അനിയൻ കലിപ്പിലാകും. ഏത് രാജകുമാരി വരും പറഞ്ഞു നോക്കിയിരിക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ കാണുമല്ലോ 10ാം ക്ലാസ് ഒക്കെ തോറ്റ പെൺപിള്ളേര്. അവരെ ആരെങ്കിലും കിട്ടിയാ പോലെ. എന്താ കുഞ്ഞിക്കയുടെ മാസിനുള്ള പ്ലാൻ? ഏതേലും ഉത്സവത്തിന് ഏതേലും വില്ല മരം ഇറക്കി വിടും. അവർ പോയി ഏതേലും പെണ്ണിനെ കയറി പിടിക്കും. പിന്നെ മാസോട് മാസ്. നല്ല ഗുരുത്തുള്ള എഴുത്തുകാരാ. പൂർവികരായ എഴുത്തുകാർ പിന്നിട്ട വഴികളൊന്നും അവർ മറന്നില്ല. അങ്ങനെ വലിച്ചു നീട്ടി ഒടുക്കം കാൺമാണ്ടായ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ട് ലല്ലുവിന് സ്പാർക്ക് അടിക്കും. അവളെ കണ്ടെത്തി അവക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അങ്ങനെ ഇഷ്ടപ്പെടാതെ ഉണ്ടാക്കി കൊടുക്കാനായിരിക്കും ഇതൊക്കെ എഴുതി പടച്ചു വിട്ടത്. ഹേറ്റേഴ്സിൽ ഇത് പറയുകയും ചെയ്തു. ഇനിയിപ്പോ അനിയൻ ചക്കൻ കലിപ്പായി. ഇങ്ങനെ നിന്നാ മോശമല്ലേ? ഇങ്ങനെ നിന്നാ മോശമാണ്. പക്ഷെ വഴിയുണ്ട്. കമ്പനിയിലെ കനത്ത സ്ട്രെസ് മൂലം ഒറ്റയ്ക്ക് റൂമിൽ ഹൃദയാഘാതം വന്ന് ലല്ലുവിന്റെ അനിയൻ ആരെയും വിളിക്കാൻ പറ്റാതെ പിടയുകയാണ്. പക്ഷെ അനിയൻ മരിക്കുന്നില്ല. ലല്ലു തന്ന വിസിൽ തേടി പിടിച്ച് അവൻ കൂട്ടുകാരെ അറിയിച്ചു. അവർ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റൽ. ഒടുവിൽ ആ ചേട്ടനും അനിയനും ഒന്നിക്കുകയാണ്. ഇല്ല, വിസിലടിച്ച് രക്ഷപ്പെട്ട അനിയന് വേണ്ടി ഒരു പാട്ടുമുണ്ട്. നമ്മ ലല്ലുവിന്റെ അനിയന് ഒരു പെരിയ വിസില് അടിയുങ്ക. അങ്ങനെ എല്ലാം സെറ്റിൽ ആകുമ്പോ അവന്റെ അമ്മ ഓക്കെ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ അൾട്രാ ക്രിഞ്ച്. അങ്ങനെ ലല്ലുവിന്റെ സിമ്പിൾ ലൈഫ് കാണിച്ചു കൊടുക്കാൻ അനിയനെ ഒരു കല്യാണത്തിന് കൊണ്ടുപോകും. ഇതൊരു തീറ്റ മത്സരമല്ല. കല്യാണ വീട്ടിൽ ഇന്നുവരെ കേൾക്കാത്ത ഫ്രഷ് തമാശ. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്ക് ഉണ്ടല്ലോടാ. അങ്ങനെ കാൺമാണ്ടായ നിഖിലേച്ചിയുടെ ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് ലല്ലു കാര്യങ്ങൾ അറിയും. ലല്ലു പത്മശ്രീ പ്രോ മാക്സ് ആണ്. ലല്ലു കണ്ടുപിടിച്ച് നിഖിലേച്ചി പത്മശ്രീ പ്രോ വരെ എത്തും. അതിനുള്ള ടൈമേ കിട്ടിയുള്ളൂ. ക്യൂട്ട്നെസ് കൊണ്ട് ക്യാൻസർ വാർഡിലെ കുട്ടികളെ കളിപ്പിക്കാനും
സ്വന്തം കൊന്തൂരി വയ്യാതായ കുട്ടിക്ക് കൊടുക്കാനും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാനും വീട്ടിലെ കഷ്ടപ്പാട് കേട്ടപ്പോൾ അപ്പന് സ്വന്തം പാദസരം ഒരുക്കി കൊടുക്കാനും മനസ്സുള്ളവളാണ് നമ്മുടെ പത്മശ്രീ പ്രോ നിഖിലേച്ചി. പിന്നെ നിഖില ചേച്ചിയും ലല്ലുവിനെ പോലെ കൊണയടിക്ക് ഒരു കുറവുമില്ല. ജസ്റ്റ് ആരാ എന്ന് ചോദിച്ചതിന് എന്റെ അപ്പനാണെന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ. പത്മശ്രീ പ്രോയായി ജനിച്ചു പോയില്ലേ, കൊണയടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആരാച്ചത്? എന്റെ അപ്പനാ. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോ അപ്പം വാർക്കപ്പുറത്തുനിന്ന് വീണു. ചേട്ടാ, ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ചേച്ചി എന്തായാലും തിരിച്ചു വരും. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഈ ഹോസ്പിറ്റലിൽ തന്നെ എത്ര പേരെ ചേച്ചി പ്രപ്പോസ് ചെയ്തെന്നറിയോ? പക്ഷെ ചേച്ചി കാര്യം ഇഷ്ടമല്ലായിരുന്നു. ഒറ്റ നോട്ടത്തില് അങ്ങനെ ഇഷ്ടം തോന്നുന്ന ഒരാൾ വരും പറഞ്ഞ് കാത്തിരിക്കുകയാണ് ചേച്ചി. ഇതൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകാരി പറയാ, ചേട്ടൻ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തോ ദീ ചേച്ചിയെ പറ്റി ചേട്ടനോട് പറയണോന്ന് എനിക്ക് തോന്നി. ദിയ ചേച്ചിയെ കുറിച്ചല്ല ചോദിച്ചത്. അതെ, ദിയ ചേച്ചിയെ കുറിച്ച് ചോദിച്ചാൽ പിന്നെ മിയ ചേച്ചിയെ കുറിച്ച് നിനക്ക് പറയാൻ തോന്നുവോ? ദീ ചേച്ചിയെ പറ്റി ചേട്ടനോട് പറയണോന്ന് എനിക്ക് തോന്നി. എന്നിട്ട് നൂതന AI ടെക്നോളജി ഉപയോഗിച്ചൊരു പാട്ടാണ്. ഞാൻ തന്നെ കണ്ടിട്ടില്ല സിനിമയില്, ഞാൻ നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷെ ഒരു സോങ്ങിന് പുള്ളി ആ വഴിക്ക് പറമ്പിക്കൂടെ നടക്കണമെങ്കിൽ ഞാൻ ഈ വഴിക്ക് പറമ്പിക്കൂടെ നടക്കാം. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാ, നിഖില ചേച്ചിന് ഒരു വണ്ടി ഇടിച്ച് പുള്ളിക്കാരി ഡെഡാവും. ലല്ലുവിന്റെ പുറകെ നടന്നല്ലേ സംയുക്ത ചേച്ചി. അങ്ങനെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ നിഖിലേച്ചിയെ വണ്ടിയിടിച്ച് കൊന്നത് ബിബിൻ ബ്രോ ആണെന്ന് ലല്ലു മനസ്സിലാക്കും. പിന്നെ കാരണം, ഇതിന് വൃത്തിച്ച് കാരണമൊന്നുമില്ല. അമ്മയെ കുറിച്ചുള്ള ഒരു പരാമർശം അവരുടെ ഇടയിൽ വന്നിരുന്നു എന്ന് മാത്രം. പിന്നെ കാര്യങ്ങളെല്ലാം ലല്ലു പോയി ബിബിൻ ബ്രോയെ തല്ലി പോലീസ് സ്റ്റേഷനിലെത്തിക്കുന്നു. ശുഭം. ലല്ലു ജനിച്ചെന്ന് മരിച്ചിട്ടില്ലെന്ന് കണ്ടുപിടിച്ച ലെനയുടെ മകളായിരുന്നു നിഖിലേച്ചി. എന്ന് വെച്ചാൽ ലല്ലുവും നിഖിലേച്ചിയും ഒരേ ദിവസമാണ് ജനിച്ചത്. എന്തോ ഒന്ന് എന്നെ വല്ലാതെ അലട്ടുന്നു. എന്താ അത്? ആ അതെ, 23. യെസ്, നിഖില ചേച്ചിയുടെ വയസ്സ് 23. ഈ 24 തികയാത്ത പയ്യനെയാണോ എല്ലാവരും ഓടിച്ചിട്ട് കെട്ടിക്കാൻ നടന്നത്? ബൈ ദ വേ, ലല്ലുവിന്റെ ശരിക്കുമുള്ള പേര് മോഹൻലാൽ ജോൺ കൊമ്പനെ. വരൂ, ചീത്ത വിളിക്കാൻ ഇതിലുപയോഗിച്ച വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. മരപ്പാഴി, ചകിരിത്തലയ, പിലോപ്പിമോറ, സുഷ്മനാടി, കിഴങ്ങോളികൾ, കുഴിമന്തി തലയ, ഗുലാബ് ജാം, ബേൽപൂരി മോറ, പരിപ്പോട മോറ, ലമാണ്ടി മോനെ, ജനിതകവടി, നിർഗുണ പരബ്രഹ്മം. ഇനി അർത്ഥമറിയാത്ത ചില പുതിയ വാക്കുകൾ: തിണുപ്പൻ, പ്ലിപ്പാന്തുടി, ആറ്റം ഇൻഡാസ്, ഭദ്രാവതി കോമഡി, ചീഴ്സിന് പകരം തിക്കുറിശി, രംഗപടം സുജാതൻ, നിരാശ ബാധിച്ച് ഹതാശനാവുക. യെസ്, ഐ ആം സ്റ്റിൽ അൺഎംപ്ലോയിഡ്. ബൈ ബൈ.